അപ്പൊ ചെറിയ ഞങ്ങൾ ഒരു സന്തോഷം പറയാൻ വേണ്ടി വന്നാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. എന്താണ് സംഭവം? നമ്മള് ഒരു ദുഃഖം കഴിഞ്ഞപ്പോ നമുക്ക് വേറൊരു സന്തോഷം തന്നു. ഞങ്ങൾ 2 ഗപ്പിക്കൂട്ടന്മാരെ മേടിച്ചിട്ടുണ്ടായിരുന്നു സംഭവങ്ങള്, ഒരാണും ഒരു പെണ്ണും. അയാള് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇയാളെന്തോ ഇത് കണ്ടപ്പോ വേറെ നല്ല കല്ലുവിന്റെ ഇത് കണ്ടപ്പോ വേഗം ഫോൺ എടുക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി കല്ലുവിനെ കിടക്കണ. ഇയാളപ്പോ കൊതുകിനെ നോക്കാം, കൊതുകാണെന്ന് വിചാരിച്ചതെന്ന് നോക്കാണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര അതിശയായി പോയി. ഒരു കുഞ്ഞല്ല കേട്ടാ, 5 കുഞ്ഞല്ല, 10 കുഞ്ഞാണ്. കുഞ്ഞുങ്ങള് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് എടുക്കട്ടെ. പയ്യെ പൊക്കിട്ടാ. ഞാൻ എന്നോട് വെള്ളം മാറ്റാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വെള്ളവും മാറ്റിയില്ല, ഇങ്ങനെ അപ്പൊ അമ്മയും മക്കളെ കൂടി നടക്കേണ്ട സംഭവം കണ്ട. വെള്ളം മാറ്റാൻ പോയതാണ്, പക്ഷെ ഞാൻ വെള്ളം മാറ്റിയില്ല എന്തോ ഇതിന്. അപ്പൊ ഇന്നലെ ഞാൻ കണ്ടതാണ് കേട്ടാ. ഇപ്പൊ കാണാനല്ലേ 10 ശരിക്കും 10 കുഞ്ഞുങ്ങളുണ്ട് കേട്ടാ. അപ്പൊ 10 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്നിട്ടാണ് നിക്കണത് അവർ രണ്ടുപേരും കൂടി. അപ്പൊ അടുത്തത് മുട്ടയിടാൻ വേണ്ടി പ്ലാനിങ് ഉണ്ടെന്ന് അടുത്തത് മുട്ടയിടാൻ പോണത് അല്ല, സംശയമില്ലാതില്ല, വേറെ ഒന്നുമല്ല. അവിടെ വയറ് വീർത്തിരിപ്പുണ്ട്. ഞാൻ അന്ന് വയറ് വീർത്തപ്പോൾ ഞാൻ പറഞ്ഞേ പ്രസവിച്ചിരിക്കേണ്ട. അപ്പൊ ഈ അടുത്ത് തന്നെ പ്രസവിക്കായിരിക്കും. നിങ്ങളൊക്കെ പ്രസവിക്കണല്ലേ, മുട്ടയിടണില്ല. മുട്ടയിടണ ഗപ്പി എന്നാ പറയുമ്പോ പ്രസവിക്കണം. ഗപ്പിനെ മറ്റേതൊക്കെ പെട്ടെന്ന് ചത്തുണം. കൊറേ മീൻ മേടിച്ചിട്ട് അതൊക്കെ ചത്തുപോയി. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് മീൻ പ്രസവിച്ചത്. ഗപ്പിക്കൂട്ടന്മാരെങ്കിലും പ്രസവിച്ച്. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ. വലുതാവുമ്പോ ആർക്കെങ്കിലും ഗപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞങ്ങൾ പ്രസവിച്ചു ഒരുവിധം വലുതായിക്കട്ടെ ഞങ്ങൾ തരുള്ളൂ കേട്ടാ. അപ്പൊ അടുത്ത പ്രസവത്തിലെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വേണമെങ്കിൽ തരാം. ഈ പ്രസവത്തിൽ തരൂല. കഞ്ഞി പ്രസവം എത്ര പ്രസവിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാം. ഇവിടെ മേടിച്ച മിക്ക മീനുകളും ചത്തൊക്കെ പോയിട്ടാ. ആദ്യമായിട്ടാണ് ഇവിടെ പ്രസവിച്ചപ്പോൾ നമുക്ക് സന്തോഷം. അപ്പൊ എന്തായാലും അത് തന്നെ ഒരു നമുക്ക് സന്തോഷ കാര്യമല്ലേ. പ്രസവിച്ച് 10 കുഞ്ഞുങ്ങളെ കിട്ടാന്ന് മനുഷ്യന്മാർക്ക് ഒരു ഇതും കിട്ടുന്നില്ല. മീനുകളെങ്കിലും കാണാമല്ലോ ഇങ്ങനെ. അപ്പൊ ഇത്ര ഉള്ളു. അപ്പൊ ചെറിയ വീട്ടിൽ. അപ്പൊ എല്ലാവർക്കും